വയനാട്ടിൽ സർക്കാർ ഫാമിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ കാർഷിക വിളകൾ മോഷ്ടിച്ചെന്ന് പരാതി. വയനാട് അമ്പലവയലിലെ പട്ടികവർഗ വകുപ്പിന്റെ ചീങ്ങേരി മോഡൽ ഫാമിൽ നിന്നാണ് ലക്ഷങ്ങളുടെ കാപ്പിയും കുരുമുളകും മോഷണം പോയത്. അമ്പലവയൽ ചീങ്ങേരി ട്രൈബൽ എക്സ്റ്റൻഷൻ ഭൂമിയിലെ കാപ്പിത്തോട്ടത്തിൽ നിന്നാണ് കിൻഡൽ കണക്കിന് കാപ്പി കള്ളന്മാർ കടത്തിക്കൊണ്ടുപോകുന്നത്. കാപ്പിക്കൊമ്പുകൾ വെട്ടിയും ഒടിച്ചും ഒരു സ്ഥലത്ത് കൂട്ടിയിടും, പിന്നെ അടർത്തിയെടുത്ത് ചാക്കിലാക്കും, രാത്രിയിൽ കടത്തിക്കൊണ്ടുപോകും. ഇത്തരത്തിൽ ലക്ഷങ്ങളുടെ കാപ്പിയാണ് സർക്കാർ ഭൂമിയിൽ നിന്നും കള്ളന്മാർ കടത്തുന്നത്. അമ്പലവയൽ കൊളകപ്പാറ റോഡിലെ 100 ഏക്കർ വരുന്ന ചീങ്ങേരി ട്രൈബൽ എക്സ്റ്റൻഷൻ ഭൂമിയിലെ തോട്ടത്തിൽ നിന്നാണ് മോഷണം. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വരെ സർക്കാരിന് ലക്ഷക്കണക്കിന് രൂപ വരുമാനം ലഭിച്ച തോട്ടങ്ങളിൽ നിന്നാണ് ലക്ഷങ്ങളുടെ കാപ്പി മോഷണം നിർബാധം തുടരുന്നത്. ഈ കാപ്പിക്കുരു പറിച്ചെടുക്കുന്ന 10 കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഉറുപ്പ്യൻ്റെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിനകത്ത്. അത് കള്ളന്മാരാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഈ പരിസരത്ത് തന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് പുറകിൽ കാപ്പിക്കുരു പറിച്ചെടുത്തതിൻ്റെ ശേഷം ആ കമ്പ് മുഴുവൻ വെട്ടിക്കൂട്ടി അതിൻ്റെ അടിയിൽ വരെ കാപ്പിക്കുരു ഇപ്പോഴും കിടക്കുന്നുണ്ട് ബാലൻസ്. കാരണം അവർക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടായി ആവശ്യത്തിന് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവർ പോയി. ഇതിപ്പോൾ പെറുക്കിയെടുക്കാനുള്ള സമയമൊന്നും അവർക്കുണ്ടാവില്ല. അവർക്ക് എത്രയും പെട്ടെന്ന് കിട്ടാവുന്ന രീതിയിലുള്ള കാപ്പിക്കുരാണ് അവർ പറിച്ചെടുത്തുകൊണ്ട് കൊണ്ടുപോയിട്ടിരിക്കുന്നത്. ട്രൈബൽ ഫാമിലെ 200 ഏക്കർ ഭൂമിയിൽ ആകെ 5 സ്ത്രീകളും 9 പുരുഷന്മാരുമാണുള്ളത്. ഇവരാണ് തോട്ടം പരിപാലനവും വിളവെടുപ്പും നടത്തുന്നത്. കൂടുതൽ തൊഴിലാളികളെ നിയമിക്കണമെന്നത് കാലങ്ങളായുള്ള ആവശ്യമാണ്. ചീങ്ങേരി ട്രൈബൽ ഫാം സംരക്ഷിക്കണമെന്നും കൂടുതൽ തൊഴിലാളികളെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങാൻ ആദിവാസി സംഘടനകൾ ഒരുങ്ങുന്നതിനിടെയാണ് ഫാമിലെ ലക്ഷങ്ങളുടെ വിളമോഷണം. ന്യൂസ് മലയാളം, വയനാട്.